അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ ഈശ്വരൻ തന്നെ വിചാരിക്കണം. അതിനുവേണ്ടി അവരുടെ ഐക്യത്തിന് വേണ്ടിയാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ ഒരു ഐക്യമത്യ പൂജയും മറ്റു വഴിപാടുകളും അവരുടെ പേരിൽ നടത്തണം. അല്ല, പാർവതി മാത്രമേ ക്ഷേത്രത്തിലേക്ക് പോകുന്നുള്ളോ? അല്ല, ഞാൻ മാത്രമല്ല, പല്ലവിയും കൂടെ വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ട് അവളുടെ കൈകൊണ്ട് ദേവിക്ക് നേരിട്ടൊരു അഭിഷേകം ചെയ്യണം. അപ്പൊ പിന്നെ അവള് വരാതെ ശരിയാവില്ലല്ലോ. എന്നിട്ട് അവളെവിടെ? അവള് റെഡിയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരും. ഇനിയെങ്കിലും പല്ലവിക്ക് നല്ല ബുദ്ധി തോന്നിയാൽ മതിയായിരുന്നു. അത് തന്നെയാ എന്റെയും പ്രാർത്ഥന. ഈ വസ്ത്രം ധരിച്ചാണോ നീ ക്ഷേത്രത്തിൽ പോകുന്നേ? ഇതിനെന്താ കുഴപ്പം? ക്ഷേത്രം പവിത്രമായൊരിടമാണ്. അവിടേക്ക് ചെല്ലുമ്പോ കുറച്ചൊക്കെ മര്യാദ വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്കറിയാൻ? നമ്മൾ അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നവരല്ല. അതെന്താ നീ ഓർക്കാത്തത്? അതൊക്കെ ശരി തന്നെയാ. ഇന്ന് കരുതി എന്നും അങ്ങനെ കഴിയണമെന്നുണ്ടോ? ഞാനിപ്പോ ആ പഴയ പല്ലവി അല്ല. ഇപ്പോ ഈ വീട്ടിലെ മരുമകളാ. ഒരു കോടീശ്വരന്റെ ഭാര്യയാ. അപ്പോ ആ സ്റ്റാറ്റസ് എനിക്ക് നിറവേറ്റണം. കാലത്തിനും നമ്മുടെ ജീവിത നിലവാരത്തിനും അനുസരിച്ച് കോലം കെട്ടണം ചേച്ചി. എനിക്ക് എന്നും നിന്നെ പോലെ കുഗ്രാമത്തിലെ പെണ്ണാട്ടൊന്നും നടക്കാൻ കഴിയില്ല. നീ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ഈ വേഷം മാറ്റി വരുന്നുണ്ടോ? എനിക്ക് സൗകര്യമില്ല. ഞാൻ ഈ വേഷത്തിലേ വരുന്നുള്ളൂ. പറ്റുമെങ്കിൽ എന്നെ കൂടെ കൂട്ടിയാ മതി. ഇല്ലെങ്കിൽ ഞാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല. പല്ലവി, നീ എന്ത് വർത്താനായി പറയുന്നത്? നിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയല്ലേ പാർവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? അപ്പൊ നീ ഇങ്ങനെ നിഷേധം കാണിക്കാൻ പാടുണ്ടോ? മര്യാദയ്ക്ക് പാർവതി പറയുന്നതനുസരിച്ച് വസ്ത്രം മാറി കൂടെ ചെല്ലാൻ നോക്ക്. ഇല്ല, എന്ത് തന്നെ ആയാലും ഞാൻ ഇത് മാറ്റില്ല. ഇങ്ങനെയാണെങ്കിലേ ഞാൻ വരുന്നുള്ളൂ. എങ്കിൽ നീ വരണ്ട, ഞാനും പോകുന്നില്ല. വാ, നമുക്ക് പോ. വിപിൻ സാറേ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? എനിക്കിതൊന്നും കാണണ്ട. എന്താ സാറേ, ഈ ഡ്രസ്സിൽ ഞാൻ സുന്ദരിയല്ലേ? എന്നെ കാണാൻ കൊള്ളില്ലേ? ഞാൻ സുന്ദരിയല്ലേ? പറയ സാറേ. നീ സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞത്? നീയേ രാക്ഷസിയാ, രാക്ഷസി. രാക്ഷസിയോ? സാർ എന്തിനാ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റുന്നത്? എന്റെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവോ? സാർ, സാർ എന്തിനാ എന്നോട് ഇങ്ങനെ അവജ്ഞയോടെ പെരുമാറുന്ന? എന്നെ ഒഴിവാക്കാൻ നോക്കുന്ന? ഞാൻ സ്നേഹത്തോടെ സാറിന്റെ മുന്നിലേക്ക് വന്നപ്പോ സാർ ആ സ്നേഹം തിരിച്ചറിയാതെ എന്നെ അവഗണിക്കുകയാണോ? ഞാൻ സാറിന്റെ ആരാ? സാറിന്റെ ഭാര്യയല്ലേ? ആ സ്നേഹവും പരിഗണനയും സാർ എനിക്ക് തരണം. നീ എന്റെ ഭാര്യ ആരാ പറഞ്ഞ? സാർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പൊ ഞാൻ സാറിന്റെ ഭാര്യയാണോ എന്ന് സംശയം? അത് കൊള്ളാലോ.
ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണോ നിന്റെ കഴുത്തെ താലിയിട്ടത്? ആണോന്ന്? അല്ലല്ലോ. പിന്നെ ഇഷ്ടമല്ലാതെയാണോ എന്നെ വിവാഹം കഴിച്ചത്? അതെ, എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതെ തന്നെയാ ഞാൻ നിന്നെ താലിയിട്ടത്. അങ്ങനെ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നെങ്കിൽ അത് ആ കതിർ മണ്ഡപത്തിൽ വെച്ച് പറയണമായിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ടത് പറഞ്ഞില്ല? അതിന്റെ കാരണം നിനക്ക് അറിയാലോ. ഞാനത് ആവർത്തിക്കണോ? എന്റെ ചേട്ടന്റെ അഭിമാനം നീ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അല്ലെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും ഈ ജന്മം നടക്കില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തായാലും ശരി, വിപിൻ സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? ഞാനിപ്പോ സാറിന്റെ ഭാര്യ. അങ്ങനെ നിനക്ക് വാദിക്കാം, പക്ഷേ അത് ഞാൻ അംഗീകരിച്ചു തരില്ല. ഭീഷണിപ്പെടുത്തി നീ എന്റെ ഭാര്യ പദവി നേടി, പക്ഷേ ആ പദവി എന്നും പദവിയായി തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. നമുക്കിടയിൽ ഒരിക്കലും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാവില്ലാന്ന്, ഒരു കുടുംബ ജീവിതം ഉണ്ടാവില്ലാന്ന്. അതുകൊണ്ട് ഭാര്യ എന്ന അഹങ്കാരത്തോടെ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കണ്ട. അങ്ങനെ വന്ന് നിന്ന ഇപ്പൊ ഈ സംസാരിച്ച പോലെ ആയിരിക്കില്ല എന്റെ പെരുമാറ്റം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക. വിപിൻ സാർ, പൊക്കോളെ എന്റെ മുന്നിൽ നിന്ന്. പ്രതാപ, വാ. എന്താ പല്ലവി? എന്താ മോളെ, എന്തു പറ്റി? മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ. വിപിൻ സാറ് വിപിനുമായിട്ട് പിണങ്ങിയോ? വിപിൻ സാറ് എന്നെ വഴക്ക് പറഞ്ഞമ്മേ. എന്തു പറ്റി? ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് വിപിൻ സാറിന്റെ അടുത്ത് ചെന്നിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് സാറിനോട് സ്നേഹത്തോടെ ചോദിച്ചു. അന്നേരം സാറിനത് ഇഷ്ടപ്പെട്ടില്ല. സാറും മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കാം. മോളെ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ വിവാഹം നടത്താനുള്ള സാഹചര്യം ഉണ്ടായതും വിവാഹം കഴിച്ചതും? സാറിന് അതൊന്നും ഇപ്പൊ ഓർമ്മയില്ലാത്ത പോലെയാ പെരുമാറുന്നത്. അയ്യോ, ചേട്ടന്റെ അന്തസ് കാത്ത് സൂക്ഷിക്കാൻ മാത്രമാണ് അത്ര വിപിൻ സാർ എന്നെ വിവാഹം കഴിച്ചത്. വിപിൻ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ സാറിനെ സ്നേഹിക്കാൻ പാടില്ലെന്ന്. അതാണ് സാറിന്റെ കൽപ്പന. നമുക്കിടയിൽ ഒരു കുടുംബജീവിതം ഉണ്ടാകില്ലെന്നും സാറ് പറഞ്ഞു. പല്ലവി, സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ കാണിച്ച വിഷമം വരാതിരിക്കും അമ്മ? അയ്യോ മോളെ, നീ കരയാതിരിക്കും മോളെ. വേണ്ട, എനിക്കിന്ന് ജീവിക്കണ്ട. അയ്യോ, ഇങ്ങനെ എന്നെ അവഗണിച്ച പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? എന്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെയും ഞാൻ സ്നേഹിക്കണ്ടേ? അത് പാടില്ലെന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യണം? എന്റെ സ്നേഹം വിപിൻ സാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മരിക്കുമ്പോഴേ സാർ ഇത് മനസ്സിലാക്കൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ കെട്ടിത്തൂങ്ങി ചാവാൻ പോവാ. പല്ലവി, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിനിടയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മണ്ടത്തരമല്ലേ? വിപിൻ സാർ ഇത്രയ്ക്ക് കണ്ണീച്ചാറില്ലാത്ത ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ല മോളെ, അവൻ അത്തരക്കാരനൊന്നും അല്ല. അവൻ വളരെ നല്ല സ്വഭാവക്കാരനാ, സ്നേഹമുള്ളവനാ. അതെ, ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത പ്രകൃതക്കാരനവൻ. പിന്നെ എന്തുകൊണ്ടാ വിപിൻ സാറിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എന്നെ വിപിൻ സാർ സ്നേഹിക്കുന്നില്ല?
അതാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നത് നിന്റെ കാര്യത്തില് ആരോ അവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാ. അല്ല, ഇവർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ആരാ ഇപ്പൊ ഈ വീട്ടിലുള്ളത്? ആ, ഇവളുടെ ചേച്ചി തന്നെ. നിന്റെ ചേച്ചി തന്നെയാവും നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ചരട് വലിക്കുന്നത്, നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത്. പല്ലവി, നിന്റെ ശത്രു നിന്റെ ചേച്ചി തന്നെയാ. ഞാനത് പറയാൻ വരികയായിരുന്നു. എന്താ, നിനക്ക് നിന്റെ ചേച്ചിയെ സംശയമില്ലേ? ചേച്ചിയുടെ കാര്യത്തില് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഈ വീട്ടിലെ മരുമകളാവുന്നതില് ചേച്ചിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അതൊരു ദിവസം എന്നോട് തുറന്നു പറഞ്ഞായിരുന്നു. ഞങ്ങൾ തമ്മില് അതിന്റെ പേരില് ഒരു ഒരസലുണ്ടാവുകയും ചെയ്തു. ആ, കണ്ടോ കണ്ടോ, നമ്മൾ ഊഹിച്ചത് എത്രത്തോളം ശരിയാണെന്ന് നോക്കിയേ. ഉം. അപ്പോ നിന്റെ ചേച്ചിയെ തന്നെയാ നീ സൂക്ഷിക്കേണ്ടത്. മോളെ, പുത്തരിയില് കല്ല് കടിക്കുന്ന അനുഭവം അവള് കാരണം നിനക്കുണ്ടായി എങ്കിൽ നീ ഇനി കൂടുതൽ കൂടുതൽ സൂക്ഷിക്കണം മോളെ. ഇല്ലെങ്കിൽ നിന്റെ ചേച്ചിയായിട്ട് തന്നെ നീയും വിപിനും തമ്മിലുള്ള ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി തരും. നീ ഇവിടുത്തെ മരുമകളാവുന്നതില് അവൾക്ക് എന്താ ഇത്ര എതിർപ്പ്? അവൾക്ക് ഇവിടുത്തെ മരുമകളാവാങ്കിലേ നിനക്കും ഇവിടുത്തെ മരുമോളാവാം. പല്ലവി, നിന്റെ ചേച്ചിയുടെ ഈ പ്രവൃത്തികളെ നീ മുളയിലേ നുള്ളണം. ദേ, നിന്റെ ഒപ്പം ഞാനും പ്രതാപനങ്ങളും ഉണ്ടാവും. അല്ലേ പ്രതാപ? പിന്നെന്താ, ഞങ്ങളും കൂടെ ഉണ്ടാവും. ഞാനും നമ്മളെ കാണുന്നുണ്ട്. ഇന്നിവിടെ രണ്ടിലൊന്നും നടക്കും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവള്. അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള പോരിന് എന്റെ ചേച്ചി തിരികൊളുത്തി കഴിഞ്ഞു അല്ലേ? അതേടാ, ഇനി ഇത് നീറി നീറി പുകയണം. പുകഞ്ഞ് പൊട്ടണം. ആ പൊട്ടിത്തെറിയിൽ ചേച്ചിയും അനിയത്തിയും ഇവിടെ നിന്ന് പടിയിറങ്ങണം. പാർവതി, ആ എന്താ ഗാർഗി? പാർവതി, ഡി, നീ എന്താ എന്നെ വിളിച്ചത്? പാർവതി എന്ന്. പല്ലവി, ഇവള് നിന്റെ ചേച്ചിയല്ലേ? ചേച്ചി പേര് പറഞ്ഞാണോ വിളിക്കുന്നേ? ഗാർഗി, ഞാൻ ഇവളോടാ സംസാരിക്കുന്നത്. നീ ഇതിൽ ഇടപെടണ്ട. നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? നേരത്തെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. അതിപ്പോ എനിക്ക് പറയണം. ശരി, എന്താന്ന് വെച്ചാ പറയും. നിന്റെ ഭാവം കണ്ടിട്ട് ഏതായാലും മെനയുള്ള കാര്യമൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. മെനയില്ലാത്ത കാര്യം ചെയ്യുന്നത് നീയാണല്ലോ. ഞാൻ എന്ത് ചെയ്തു എന്നാ? നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്ത് ഇടപെടലാ നടത്തിയത്? നീ എന്തിനാണ് എന്നെ കുറിച്ച് എന്റെ ഭർത്താവിനോട് അപവാദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നേ? ഡേ പല്ലവി, നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ വിപിനോട് നിന്നെക്കുറിച്ച് ഒരു അപവാദവും പറഞ്ഞിട്ടില്ല. നിന്റെ ജീവിതം നന്നായിരിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇതൊക്കെ മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടി നീ പറയുന്നല്ലേ? എന്റെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കല്ലേ? എന്തിനാ പല്ലവി നിനക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ? എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, ശരിയായ ധാരണയേ ഉള്ളൂ. നിനക്ക് അസൂയ. അസൂയോ? എനിക്കോ? എന്തിനാ? ഞാൻ ഇവിടുത്തെ മരുമോളായതിലുള്ള അസൂയ. ഞാൻ നല്ല വസ്ത്രം ധരിക്കുന്നതിലുള്ള അസൂയ. ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോട്ടെന്നാ നീ കരുതിയത്. പക്ഷേ നീ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടി. അത് നിനക്ക് ഇഷ്ടമായില്ല. ഇനി നിനക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ജീവിതം തകർക്കണം.
അതിന് വേണ്ടിയുള്ള അല്ല ഇതൊക്കെ പറയാൻ നീ ആരാ? ഞാൻ ആദ്യമേ പറഞ്ഞതാ എനിക്ക് സംസാരിക്കാനുള്ളത് ഇവളോടാണെന്ന്. എടി, ഇത് ഞങ്ങള് സഹോദരിമാർക്കിടയിലുള്ള വിഷയം. അതിനിടയിൽ നീ എന്തിനാ അഭിപ്രായം പറയുന്നേ? പല്ലവി, എടീ, നീ ആരോടെ കയറുന്നത്? കുറച്ചു നേരമായി നിന്റെ ശബ്ദം ഞാൻ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. ഈ നിൽക്കുന്നതേ എന്റെ ഏട്ടന്മാരുടെ ഭാര്യമാരാ. അതിന്റെ ബഹുമാനവും മര്യാദയും കൊടുത്തു വേണം നീ ഇവരോട് സംസാരിക്കാൻ. ഇവർക്ക് ആവശ്യമുള്ള മര്യാദ ഞാൻ കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഇത്രയ്ക്കുള്ള മര്യാദയെ ഇവർ അർഹിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് എന്റെ ചേച്ചിക്കും. നെറികെട്ട് വർത്താനം പറയുന്നോളി, അഹങ്കാരി. സ്ത്രീകൾക്ക് നേരെ നീ കൈ ഉയർത്തുന്നോ? ചേട്ടാ, ഇവള് എടാ, ഇത് നിന്റെ ഭാര്യയല്ലേ? ഭാര്യയെ തല്ലുന്നത് മര്യാദയാണോ? അല്ലേട്ടാ, ഇവള് നീ ഒന്നും പറയണ്ട. ഭാര്യമാരെത്ര പ്രകോപനം ഉണ്ടാക്കിയാലും സംയമനം പാലിക്കേണ്ടത് നമ്മൾ ഭർത്താക്കന്മാരാ. ഏട്ടാ, ഇവള് പാർവതിയെ പോലെ അല്ല. ഇവളുടെ ഉള്ളു നിറയെ വിഷം. ഇവളെ ഇങ്ങനെ വിടാൻ പാടില്ല. ഇവൾക്ക് ഇത്തിരി സൗകര്യം കൊടുത്താലുണ്ടല്ലോ, ഇവള് നമ്മുടെയൊക്കെ നെറുകെ കയറി താണുപാടും. അതുകൊണ്ട് ഇവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ ഇവളെ ഇന്ന് ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. എടാ, നീ എന്തൊക്കെയായി വിളിച്ചു കൂവുന്നേ? എടാ, നിലമറന്ന് സംസാരിക്കരുത് വിപിൻ. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവളുടെ കാര്യത്തിൽ ചേട്ടൻ എന്നോടൊന്നും പറയരുത്. എനിക്കത് കേൾക്കാൻ പറ്റില്ല. വിപിനെ, മോനെ, നീ ഒന്ന് അടങ്ങ്. പല്ലവിയോട് നീ ഒന്ന് ക്ഷമിക്ക. അവൾക്ക് അത്രയ്ക്കുള്ള പക്വതയിലേ ആയിട്ടുള്ളൂ. ചേട്ടാ, ചേട്ടൻ ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. എടാ, ഞാൻ ഇടപെടണ്ട.
ഇടപെട്ട ചേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം മാറും. അതുകൊണ്ട് ചേട്ടൻ എന്റെ മുന്നിൽ നിന്ന് പോയേ. പോവാൻ. മോനെ വിപിനെ, ഏട്ടന് സന്തോഷമായടാ, സന്തോഷമായി. ഒരമ്മ പെറ്റതല്ലെങ്കിലും കൂടപ്പിറപ്പിനെ പോലെയാ ഞാൻ നിന്നെ കണ്ടിരുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞ നീ അതനുസരിക്കുമെന്ന് ഞാൻ കരുതിപ്പോയി. എന്നാൽ അതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോ ബോധ്യായി. എടാ, ഇനി നിങ്ങളുടെ കാര്യത്തില് ഞാൻ ഇടപെടില്ല. എന്നോട് ക്ഷമിക്ക. വിശാൽ, പാർവതി, ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് നീയായിരുന്നു. അമ്മ, ഞാൻ പറയട്ടെ, ഈ നിൽക്കുന്ന വിപിനും പല്ലവിയും ഇപ്പൊ പഴയ വിപിനും പല്ലവിയും അല്ല. അവരിന്നിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ നിന്റെ സഹോദരിയെ മുമ്പത്തെ പോലെ നീ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്.